എഡിഷൻ ആയോ? എവിടെ സിറ്റി എഡിഷന് മാറ്റർ പോലും എത്തിയിട്ടില്ല. എന്താ ഈ രാത്രിയില്? ഞാനിവിടുന്ന് വിട്ടു, അറിഞ്ഞില്ലേ? ആരോ പറഞ്ഞു, സത്യമാണല്ലേ? അതെ, നാളെ രാവിലെ നാട്ടിലേക്ക് തിരിക്കുകയാണ്. നൈറ്റ് ഡ്യൂട്ടിയിലുള്ളവരെ ഇപ്പോഴല്ലേ കാണാൻ പറ്റൂ. ഞാൻ യാത്ര പറയാൻ വന്നതാ. ഞാൻ കമ്പോസിംഗ് റൂമിൽ നിന്ന് പോയിട്ട് വരെ. ശരി. ഹലോ. മഹാനസന്റെ ഈ സമയത്ത് ഇപ്പൊ വന്നാലേ നിങ്ങളെയൊക്കെ കാണാൻ പറ്റൂ. എഡിറ്ററായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഏയ് ഒന്നുമില്ല, ജോലി ചെയ്ത് മതിയെന്ന് തോന്നി, അത്രേ ഉള്ളൂ. സിറ്റി എഡിഷന്റെ പണി കഴിഞ്ഞില്ലേ? ഇല്ല, മാറ്റർ കമ്പോസ് ചെയ്യുന്നുള്ളൂ. ആ, ജോലി നടക്കട്ടെ. സോറി. താങ്ക് യു. വരട്ടെ. ശരി. പകൽമാന്യന്മാർ എന്ന് മുതലാണോ തന്റെ ശത്രുക്കളായത്? നമ്പ്യാരെ, ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. വേണ്ട, നേരം പുലർന്നപ്പോ മുതൽ ഞാൻ കേട്ടോണ്ടിരിക്കുക. ഫോൺ കാളുകൾ, അന്വേഷണങ്ങൾ, നാട്ടുകാരൊക്കെ ചൂടുള്ള ഒരു വാർത്ത കിട്ടിയല്ലോ. എന്ത് തെറ്റാണോ തന്നോട് ഞാൻ ചെയ്തിട്ടുള്ളത്? നമ്പ്യാരെ, കാര്യം അറിയാതെ ബഹളം വെക്കരുത്. ഞങ്ങൾ ആരും അറിയാതെയാ വാർത്ത വന്നത്. വാര്യരോട് ചോദിച്ചു നോക്കൂ. നിങ്ങളറിയാതെ നിങ്ങളുടെ പത്രത്തിൽ എങ്ങനെയോ വാർത്ത വരുന്നത്? അതെ സർ, ഇത് കണ്ടില്ലേ? ലാസ്റ്റ് എഡിഷനിൽ മാത്രമാണ് ന്യൂസ് വന്നിരിക്കുന്നത്. പരസ്യത്തിന്റെ മാറ്റം പേസ്റ്റഡ് പേജിൽ നിന്ന് മാറ്റി നമ്മുടെ ഫോട്ടോ കമ്പോസിംഗിൽ കമ്പോസ് ചെയ്ത് ഒട്ടിച്ചു വിട്ടിരിക്കുകയാണ്. പ്രൂഫ് റീഡിംഗ് പോലും കഴിഞ്ഞിട്ടാ ഇത് നടന്നിരിക്കുന്നത്. അസംബ്ലി കൂടുന്ന സമയമാ. പ്രതിപക്ഷത്തുള്ള ഏതെങ്കിലും ഒരുത്തം കുത്തിപ്പൊക്കിയ ആരൊക്കെ കുടുങ്ങുമെന്ന് ആർക്കറിയാം? ആർക്കാണോ ഇതിന്റെ ഉത്തരവാദിത്വം? തനിക്കോ അതോ പ്രസിലെ തൊഴിലാളിയേക്കോ? എല്ലാവരെയും വിളിച്ച് ഞാൻ ചോദിച്ചു സർ, ആരും അറിഞ്ഞിട്ടില്ല. ലാസ്റ്റ് എഡിഷൻ പ്രിന്റ് ചെയ്യുന്ന സമയത്താണ് ആ പെണ്ണവിടെ വന്നത്. അതെനിക്ക് കറണ്ടും പോയി. ഏത് പെണ്ണ്? നമ്മളന്ന് പിരിച്ചുവിട്ടില്ലേ, അവള് തന്നെ, മാനസ. മാനസ എന്ന് വിളിപ്പിക്കണം. അവളിവിടെ ഇല്ല. ഇന്നലെ വൈകുന്നേരം നാട്ടിലേക്ക് പോയി. കള്ളം പറയരുത്. സത്യമാണ്. പെട്ടെന്ന് നാട്ടിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ദയവ് ചെയ്ത് പുറത്തു പോകണം. ഇത് പെൺകുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലാണ്. ഇവിടെ പ്രശ്നം ഉണ്ടാക്കരുത്. അവളിവിടെ ഇല്ല, സത്യമായിട്ടും ഇല്ല. ഓ മാനസ, എന്നെ ഇന്റർവ്യൂ ചെയ്യാമെന്ന ആ കുട്ടി. ഷീസ് എ റിയൽ നോയ്സൻസ് മിസ്റ്റർ ജലീൽ. ഇടവും വലവും എന്നെ വിട്ടിരുന്നില്ല. ഇന്റർവ്യൂ, ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞ് എത്ര ദിവസം ഇവിടെ കയറി ഇറങ്ങിയെന്നറിയോ? അവസാനം മുഖത്ത് നോക്കി പറയേണ്ടി വന്നു ഇറങ്ങി പോവാൻ. അല്ല, അവക്കിപ്പോ എന്ത് പറ്റി? അവൾ ഇവിടെ ഉണ്ടോന്നാ ഞങ്ങൾക്ക് അറിയേണ്ടത്. മനസ്സിലായില്ല. ഞങ്ങൾ അവളുടെ ഹോസ്റ്റലിൽ പോയിരുന്നു. ഇന്നലെ രാത്രി
അവൾ അവിടെ ചെന്നിട്ടില്ലെന്നറിഞ്ഞു. അത് ശരി. ഞങ്ങൾ 2 അവിവാഹിതര് മാത്രമാണ് ഇവിടെ താമസം. വക്കീലിനാണെങ്കിൽ കേസും കക്ഷികളും ഒന്നല്ലാതെ വേറെ ഒരു വിചാരവും ഇല്ല. പിന്നെ ഞാൻ ആ അവാർഡ് ദാന ചടങ്ങ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പഴയ സ്ഥലത്തേക്ക് തിരിച്ചു പോകാനിരിക്കുക. മാത്രമല്ല ഈ കാര്യത്തിൽ ഞാൻ വളരെ ഡീസന്റ്. എന്താ പ്രശ്നം? പ്രശ്നം ഞങ്ങൾ അവളോട് നേരിട്ട് പറഞ്ഞോളാം. ഓ ശരി ശരി. അവൾ ഇവിടെ വരാൻ സാധ്യതയില്ല. വരികയാണെങ്കിൽ ഞാൻ അറിയിക്കാം. മറ്റേ ആ ഷോറൂമിന്റെ നമ്പറിൽ വിളിച്ചാൽ മതിയല്ലോ. പിന്നെ രാവിലെ പത്രത്തിലൊരു ന്യൂസ് വായിച്ചു. എന്തോ നടന്ന ഒരു സംഭവം ഇത്രയും നാൾ കഴിഞ്ഞ് കുത്തിപ്പോക്കാൻ ആ പത്രക്കാർക്ക് നിങ്ങളോട് വല്ല വിരോധമുണ്ടോ? ഐ എം സോറി. സിറ്റി മുഴുവൻ ഇതിന്നൊരു വാർത്തയായതുകൊണ്ട് ഒരുപാട് പേര് ചോദിച്ച് ബുദ്ധിമുട്ടിച്ച് കാണുമല്ലേ? പോയിക്കോളൂ, നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്തു പറഞ്ഞു? എന്തു പറയാൻ? വല്ലാത്തൊരു അപകടത്തിലാണ് നിങ്ങൾ ചെന്ന് ചാടിയിരിക്കുന്നത്. അവരങ്ങനെ വിട്ടുപോകുന്ന കൂട്ടരൊന്നുമല്ല. വക്കീലൊന്ന് പേടിക്കാതിരിക്കും. മാനസ സത്യത്തിൽ ഇന്നാണ് ഒരു ജേർണലിസ്റ്റ് ആയത്. കുറെ കാര്യങ്ങളെങ്കിലും ജനങ്ങളെ അറിയിക്കാൻ സാധിച്ചല്ലോ. നാളെ കഴിഞ്ഞാൽ താനങ്ങ് തിരിച്ചു പോകും. ജയിലിനകത്തായ പിന്നെ ആരെയും പേടിക്കണ്ടല്ലോ. എന്നാ വക്കീലും കൂടെ അവിടെ വന്ന് കിടക്കും. എന്റെ കാര്യമല്ല, ഈ കുട്ടിയുടെ കാര്യം ഓർത്താണ്. അവരിനിയും വന്നുകൂടാന്നില്ല. നാളത്തെ അവാർഡ് ഫംഗ്ഷൻ കഴിഞ്ഞാ ഞാൻ നാട്ടിലേക്ക് പോയിക്കോളാം. അതുവരെ എവിടെ പോയി താമസിക്കും? ഞാനത് ആലോചിച്ചു. അനാഥ മന്ദിരത്തിലെ സൂപ്രണ്ടിനോട് പറഞ്ഞ് 1-2 ദിവസം അവിടെ താമസിക്കാം. കൊള്ളാം. അത് തന്നെയാണ് പറ്റിയ സ്ഥലം. അപ്പൊ പിന്നെ ഞാൻ പെട്ടെന്നൊന്ന് റെഡി ആവട്ടെ. പോകുന്ന വഴിക്ക് കോർട്ടിൽ ഇറങ്ങാലോ. ഇനി ഒരേ ഒരു ദിവസം മാത്രം. അത് കഴിഞ്ഞാൽ വീണ്ടും പോരേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു. ഇപ്പോ ആരോടും ഒരു ബന്ധവുമില്ലാത്ത ആളായിരുന്നു ഞാൻ. സ്നേഹിക്കാൻ ആളില്ല, കടപ്പാടുകളില്ല, ബാധ്യതകളില്ല. ഇപ്പോ ഈ 28 ദിവസം കൊണ്ട് ആരൊക്കെ ഉണ്ടായതുപോലെ. വക്കീല്, മാനസ. ആലോചിക്കുമ്പോ വെറുതെ മനസ്സിലൊരു വിഷമം. തിരിച്ചു പോകുന്നതിന് മുമ്പ് മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് കൂടി ഉത്തരം കണ്ടെത്താനുണ്ട്. നിൽക്ക്. പോകാൻ വരട്ടെ. ചില കാര്യങ്ങൾ അറിയാനുണ്ട്. അതറിഞ്ഞിട്ടേ ഞാൻ പോകൂ. പബ്ലിക് റോഡായതുകൊണ്ട് ആട്ടിപ്പുറത്താക്കാൻ പറ്റില്ല. പിന്നെ നാട്ടുകാരെ വിളിച്ചു കൂട്ടാം, വിരോധമില്ല. പക്ഷേ സംസാരിക്കുന്നത് അവരുടെ മുമ്പിൽ വെച്ചായിരിക്കുന്നു മാത്രം. എനിക്കൊന്നും നിങ്ങളോട് പറയാനില്ല. ഉണ്ടെന്ന് എനിക്കറിയാം. നിനക്ക് മാത്രമേ അത് പറയാൻ കഴിയൂ. നിന്റെ ചേട്ടനെ കൊന്ന് നിന്റെ കുടുംബം അനാഥമാക്കിയ ആ ശവം തീരി പട്ടികളുമായിട്ട് കൂടുതൽ അടുപ്പം നിനക്കാണല്ലോ. ഒഴിഞ്ഞു മാറാൻ ഇനി ഞാൻ സമ്മതിക്കില്ല. ജനങ്ങളെയും സർക്കാരിനെയും ഒരുപോലെ വഞ്ചിക്കുന്ന ആ കള്ളപ്പണക്കാരുമായിട്ട് നിനക്കെന്താണ് ബന്ധം? മയക്കുമരുന്ന് കച്ചവടം മുതൽ പെൺവാടിപ്പം വരെ നടക്കുന്ന അവരുടെ ഗസ്റ്റ് ഹൗസുകളിൽ നിനക്കെന്താണ് ജോലി? ആർ യു എ പ്രോസ്റ്റിറ്റ്യൂട്ട് ഓർ ദെയർ പിംപ്? ജനു എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവന്റെ ദുഃഖങ്ങൾ അറിയാവുന്ന ഏക വ്യക്തി നീയാണെന്ന്. അവന് ജോലി കിട്ടാൻ വേണ്ടി നിന്റെ കാതിലും കഴുത്തിലും കിടന്ന ആഭരണങ്ങൾ നീ അവൻ അഴിച്ചു കൊടുത്തു. കല്യാണത്തിലവൾക്ക് ചേട്ടൻ വിഷമിക്കാതിരിക്കാൻ വേണ്ടി ഒത്തുവന്ന ബന്ധം നീ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. നിന്നെ ഓർത്താണ് അവൻ ആത്മഹത്യ ചെയ്യായിരുന്നു. നിനക്ക് വേണ്ടിയാണ് അവൻ ജീവിച്ചിരുന്നത്. ആ നീയാണോ ഇന്ന് അവനെ കൊന്ന കഴുകന്മാർക്ക് വേണ്ടി കാവലിരിക്കുന്നത്? എനിക്ക് അവനൊരു സുഹൃത്ത് മാത്രമാണ്. പക്ഷേ രക്തബന്ധമുള്ള നിന്നേക്കാൾ ബന്ധം എനിക്ക് അവനോടുണ്ട്. അറിയാം, എല്ലാം എനിക്കറിയാം. മരണത്തിൽ നിന്ന് എന്റെ ചേട്ടനെ രക്ഷപ്പെടുത്തിയത് നിങ്ങളാണെന്ന് എനിക്കറിയാം. ചെയ്യാത്ത കൊലപാതകം സ്വയം ഏറ്റെടുത്ത് ചേട്ടന് വേണ്ടി ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ആളാണെന്നും എനിക്കറിയാം. എന്നോട് മാത്രം ചേട്ടൻ എല്ലാം തുറന്നു പറയുമായിരുന്നു. പക്ഷേ നിങ്ങൾ രക്ഷിച്ച എന്റെ ചേട്ടനെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ ഇവിടെ ആദ്യം വന്നപ്പോ തന്നെ ആരാണെന്ന് എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല, നിങ്ങളെ നേരിടാൻ കഴിയാതെയാണ് ഞാൻ വാതിൽ കൊട്ടി അടച്ചത്. നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നിങ്ങളിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറിയത്. എന്റെ അവസ്ഥ അതായിപ്പോയി. എന്റെ ചേട്ടനെ കൊന്നാണെന്ന് എനിക്കറിയാം. ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയ അന്ന് തന്നെ
ചേട്ടൻ എനിക്ക് വാക്ക് തന്നിരുന്നു ഇനി അങ്ങനെ ഒരു അബദ്ധം കാണിക്കില്ലെന്ന്. ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ചാണ് അവരന്ന് ചേട്ടനെ വിളിച്ചിറക്കിക്കൊണ്ടു പോയത്.